അർജന്റീന ഫുട്ബോൾ ടീമിന്റെ കേരള സന്ദർശനത്തെ ചൊല്ലിയുള്ള ദുരൂഹതകൾ മാറുന്നില്ല. കരാർ വ്യവസ്ഥ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കേരള സർക്കാരാണെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ. AFA ചീഫ് മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്സ്യൽ ഹെഡ് ലിയാൻഡ്രോ പീറ്റേഴ്സിന്റെ ചാറ്റ് 24 ഇന്ന് പുറത്തുവിട്ടു. സർക്കാരിന് AFAയുമായി കരാറില്ലെന്നും സ്പോൺസേഴ്സാണ് കരാർ ഒപ്പിട്ടത് എന്നുമാണ് കായിക മന്ത്രി വി അബ്ദുറഹിമാന്റെ പ്രതികരണം. സംസ്ഥാന ഗവൺമെൻറ് ആരുമായും കരാർ ഒപ്പിട്ടില്ല. അത് സ്പോൺസറാണ് അർജന്റീനിയൻ ടീമുമായിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുള്ളത്. അത് ഒപ്പുവെച്ചിട്ടുള്ളത് അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. അവർ തമ്മിലാണ് കരാർ. ഇപ്പോൾ ഏതോ ഒരു വാട്സപ്പ് ചാറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ലിയാൻഡ്രോ എന്ന് പറയുന്ന ആൾ അവരുടെ മാർക്കറ്റിംഗ് ഹെഡാണ്. അതേസമയം മെസ്സി കേരളത്തിലെത്തുമോ ഇല്ലയോ എന്നതിൽ മന്ത്രിക്ക് ഇപ്പോഴും വ്യക്തതയില്ല. മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയാണ് പ്രതിപക്ഷം. വന്നിരിക്കുകയാണ്. അതിന് സർക്കാർ ഉത്തരം പറയണം. പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ അക്കാര്യത്തിൽ ചെലവഴിച്ചു. അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതും ആവർത്തിച്ച് മെസ്സിയുടെ കാര്യത്തിലും കേരള സർക്കാരിൻ്റെ ഗുരുതരമായ വീഴ്ചകൾ, അവകാശവാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നു. അത് അർജന്റീനയിലെ ഫുട്ബോൾ ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ അസോസിയേഷനും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അക്കാര്യം ജനങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ്. മലയാളത്തിൽ ഗ്രാമ്യമായിട്ടൊരു ചൊല്ലുണ്ട്, പട്ടി ചന്തയ്ക്ക് പോകുമെന്ന്. അതുപോലത്തെ പോക്കാണ് പുള്ളി പോയത്. പട്ടിയുടെ പോക്ക് കണ്ടാൽ വിചാരിക്കും ചേരിചേരാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകാമെന്ന്. സർവേക്കല്ല് കാണുമ്പോൾ മൂത്രം ഒഴിച്ചിട്ട് തിരിച്ചു വരും. കേരളത്തിലെ സ്പോർട്സ് മന്ത്രിയും ഇപ്പോൾ എന്താണ് എഗ്രിമെൻ്റ് അർജന്റീനയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അത് പുറത്തുവിടണം. മന്ത്രിയും സ്പോൺസറും തമ്മിൽ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദറാണ്, ഒരേ തൂവൽ പക്ഷികളാണ്. അവർ തമ്മിൽ ഡീലിങ്സ് ഉണ്ട്. അത് ദുരൂഹമാണ്. എന്താണ് ഈ സ്പോൺസറെ തള്ളിപ്പറയാത്ത മന്ത്രിയെ തള്ളിപ്പറയാത്ത എന്താ സ്പോൺസർ? അപ്പോൾ ഒരു നുഖത്തിൽ വെച്ച് കെട്ടാവുന്ന രണ്ടുപേരാണ് ഈ സ്പോൺസറും മന്ത്രിയും. അതിനകത്ത് അവരുടെ ഏർപ്പാടുകളിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, നിഗൂഢാത്മകമാണ്. വിവരങ്ങളുമായി ഇപ്പോൾ അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനില്, ഈ മന്ത്രിയുടെ മറുപടിക്ക് ശേഷവും എന്തൊക്കെ കാര്യങ്ങളിൽ വ്യക്തത വരുന്നുണ്ട് അനിൽ? ഇപ്പോഴും സർവത്ര ആശയക്കുഴപ്പം തന്നെയാണ്. കാരണം മന്ത്രി കരാറിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ മന്ത്രി സർക്കാർ നേരിട്ടാണ് ഈ പരിപാടികൾക്കൊക്കെ തന്നെ ഒരുങ്ങിയിറങ്ങിയതും. പക്ഷേ ഇപ്പോൾ ആരാണ് എന്താണ് എന്ന കാര്യത്തിൽ യാതൊരു കാര്യത്തിൽ തർക്കമില്ല. അതിനപ്പുറം മെസ്സി ഇങ്ങോട്ട് വരുമോ എന്ന കാര്യത്തിൽ അതിലും ഒട്ടും വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ കാണാൻ എന്ന പേരിൽ 2024 മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പിലെ ചില ആളുകളും അവിടെ പോവുകയും ഇതേ ലിയാൻഡ്രോ പീറ്റേഴ്സിനെ കാണുന്നതൊക്കെ തന്നെ അദ്ദേഹം തന്നെ അന്നത്തെ ഫേസ്ബുക്കിൽ കുറിച്ചത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറഞ്ഞതനുസരിച്ച് അവരുടെ പ്രതിനിധിയായിട്ടുള്ള ആളെ കണ്ടു. അപ്പോൾ പേരൊന്നും വ്യക്തമാക്കുന്നില്ല. കണ്ടു. ഈ അർജന്റീന കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവ ചർച്ച നടന്നു. അവർ ഇങ്ങോട്ട് വരും, കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കും. പിന്നീട് കേരളത്തിൽ അക്കാദമി തുടങ്ങി വിശദമായ കാര്യങ്ങൾ പറയുകയും ലിയാൻഡ്രോ പീറ്റേഴ്സിനും ഒപ്പം തന്നെ മന്ത്രിയും ജേഴ്സി പരസ്പരം കൈമാറുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടു. പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സ്പോൺസർ പറയുന്നത് AFA തങ്ങളെ വഞ്ചിച്ചെന്നും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, കരാർ ലംഘിച്ചു എന്നൊക്കെ തരത്തിൽ സ്പോൺസറും ഒക്കെ തന്നെ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് ഈ ലിയാൻഡ്രോ പീറ്റേഴ്സിനെ ബന്ധപ്പെട്ടത്. അദ്ദേഹത്തിന് ചോദിച്ച ചോദ്യം ഇതായിരുന്നു: 130 കോടി രൂപ വാങ്ങി നിങ്ങൾ കേരളത്തെ വഞ്ചിച്ചു എന്നതാണ് ഇപ്പോൾ സ്പോൺസറുടെയും സർക്കാരിൻ്റെയും ആരോപണം. ഇതിൽ എന്തെങ്കിലും തരത്തിൽ വസ്തുതയുണ്ടോ? ഇതായിരുന്നു ചോദ്യം. അപ്പോൾ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതായത് കേരള സർക്കാരാണ് കരാർ പൂർത്തീകരിക്കാതിരുന്നത്, അവരാണ് കരാർ ലംഘിച്ചത് എന്നുള്ള ഒരു 4 വരി ഉത്തരമാണ് ഈ പീറ്റേഴ്സിൽ നിന്ന് ലഭിച്ചത്. അദ്ദേഹം ഈ അർജന്റീനയോടെ ഇതുപോലുള്ള എല്ലാ രാജ്യങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ പല ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളാണ് ലിയാൻഡ്രോ പീറ്റേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് അർജന്റീനയെ ഗ്ലോബലി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാൾ. അപ്പോൾ അയാൾ പറയുന്നതിന് നമ്മൾ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിൽ എടുക്കണം എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം, ഇതുവരെ മന്ത്രിയും സ്പോൺസറും പറഞ്ഞ കാര്യത്തിൽ ധാരാളം അവ്യക്തത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ. മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ അന്ന് നേരിട്ട് കണ്ട പ്രതിനിധി എന്നൊക്കെ തന്നെ പറഞ്ഞ ജേഴ്സിയൊക്കെ കൈമാറി ചർച്ച ചെയ്തു എന്നൊക്കെ പറഞ്ഞ ലിയാൻഡ്രോ പീറ്റേഴ്സിനെ ഇപ്പോൾ തള്ളിപ്പറയുകയാണ്. ഏതാണ് പീറ്റേഴ്സൺ? ഇല്ലെങ്കിൽ അയാൾ ഒരു മാർക്കറ്റിംഗ് ഹെഡ് മാത്രമാണ് എന്ന് പറഞ്ഞ് ഒതുക്കുകയാണ്. അപ്പോൾ മന്ത്രി അന്ന് പറഞ്ഞതാണോ ഇപ്പോൾ പറയുന്നതാണോ സത്യം, അല്ലെങ്കിൽ എന്താണ് വ്യക്തത എന്ന കാര്യത്തിൽ ഇപ്പോഴും ആരാധകർ ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സർവത്ര ആശയക്കുഴപ്പമാണ്. ഇതിൽ ഏറ്റവും ഒടുവിൽ മന്ത്രി പറഞ്ഞൊരു കാര്യം, അർജന്റീന ഈ ഒക്ടോബറിൽ വരികയാണെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ ആ ടീമിനോട് സലാം പറയുക എന്നുള്ളതാണ്. എന്തായാലും ഈ സലാം പറയുന്നതൊക്കെ തന്നെ അവിടെ ഇരിക്കട്ടെ. ഇതിലൂടെ കായിക കേരളത്തിന് വലിയൊരു മോഹന വാഗ്ദാനം നൽകി അത് വഞ്ചിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.